എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിലെ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം അല്ലേ. നമ്മുടെ ശ്രുതിയും സുധിയും കൂടി ഒരു പുതിയ വീട് വെക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട് സുധിയോട്, സുധി നമുക്ക് പുതിയൊരു വീട് വെച്ചിട്ട് ഇവിടെ നിന്ന് മാറിയാലോ, ഇവിടെ തന്നെ എത്ര കാലം എന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കുന്നത്, നമുക്ക് വേറൊരു വീട് വെച്ച് മാറാം ഇവിടുന്ന് എന്ന് പറയാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, പുതിയൊരു വീടൊക്കെ വെക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണ്ടേ, നമ്മളെ കയ്യിൽ നിന്ന് അതിന് മാത്രം കാശൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞു പോകുന്നത് നിനക്ക് കിട്ടുന്ന പണം കൊണ്ടാ, ഇനി ഇങ്ങനെ നമ്മൾ പെട്ടെന്നൊരു വീട് വെക്കും എന്ന് ചോദിക്കുന്നുണ്ട് സുധി. ശ്രുതി പറയുന്നുണ്ട്, അതിനെന്താ, നമുക്ക് ഒരു ലോൺ എടുക്കാം, ലോൺ എടുത്തിട്ട് വീട് വെക്കാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ എന്തെടുത്ത് ലോൺ എടുക്കും, എന്തെങ്കിലും വെക്കണ്ടേ, ആധാരോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലല്ലേ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുക്കാമല്ലോ എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഇതിൻ്റെ ആധാരം അതെങ്ങനെ നമുക്ക് കിട്ടും, അത് അച്ഛൻ്റെയും അമ്മയുടെയും പേരിലല്ലേ, അതെങ്ങനെ നമുക്ക് കിട്ടുക, അവരത് തരണ്ടേ എന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, അതിന് ശ്രുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആധാരം തരാതിരിക്കില്ല അമ്മ, ശ്രുതി ഒന്ന് അമ്മയോട് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുകയാണ്, അതിന് അച്ഛനും കൂടി സമ്മതിക്കണ്ടേ, അതും എനിക്ക് മാത്രം വേണ്ടി വീട് വയ്ക്കുമ്പോൾ അതിന് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ ഇനി സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി, ഇനി ശ്രുതിക്കുള്ള ഈ വീടിൻ്റെ ഭാഗം അത് തരണമെന്ന് പറയാം, അപ്പോൾ പിന്നെ നമുക്ക് വീട് വെക്കാനുള്ള കാശും ആയല്ലോ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഏതായാലും ഒന്ന് ചോദിച്ചു നോക്ക്, സമ്മതിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഈ കാര്യം രവിയോടും ചന്ദ്രയോടും അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ശ്രുതിയും സുധിയും ഹാളിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ രവി ഒരു പത്രം വായിച്ചും കൊണ്ട് ഇരിക്കുകയാണ്. എന്നിട്ട് രവിയോട് ചോദിക്കുന്നുണ്ട് സുധി, അച്ഛാ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് രവി. അത് ഞങ്ങളൊരു പുതിയ വീട് വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, വീട് വെക്കാനാണെങ്കിൽ നല്ല കാര്യം തന്നെ, പക്ഷേ ഇപ്പോൾ ഉള്ള ഈ വീട് പോരെ, നമുക്കെല്ലാവർക്കും ഈ വീട്ടിൽ തന്നെ നിന്നാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാവില്ല അച്ഛാ, ഞങ്ങൾ വേറെ വീട് വെക്കുന്നതിനെ കുറിച്ച് സീരിയസ് ആയി തന്നെ ആലോചിക്കുന്നുണ്ട്. രവി ചോദിക്കുന്നുണ്ട്, വീട് വെക്കണമെങ്കിൽ കുറേ കാശൊക്കെ വേണ്ടേ, നിങ്ങൾക്ക് എവിടുന്നാ അതിന് മാത്രം കാശ്? കാര്യം പറയാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്, ഒരു ലോൺ എടുത്തിട്ട് വീട് വെച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. രവി പറയുന്നുണ്ട്, ലോൺ എടുക്കണമെങ്കിൽ അതിന് എന്ത് വെച്ചിട്ടാണ് ലോൺ എടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അതന്നെ ഈ വീടിൻ്റെ ആധാരം തരികയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ലോൺ എടുക്കാമായിരുന്നു എന്ന് പറയാണ്. രവി പറയുന്നുണ്ട്, അതെങ്ങനെ തരാൻ കഴിയും, ഇത് അങ്ങനെ ശ്രുതി നിനക്ക് മാത്രമായിട്ട് ആ ആധാരം തരാൻ കഴിയില്ല, അതിന് എല്ലാവരുടെയും സമ്മതം വേണ്ടേ, സച്ചിയോട് ചോദിക്കണം, ശ്രീകാന്തിനോട് ചോദിക്കണം, എല്ലാവരോടും ചോദിച്ചതിന് ശേഷം മാത്രമേ തരാൻ പറ്റൂ. പിന്നെ ഈ വീട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, വിറ്റു തുലയ്ക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് രവി. ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്നുണ്ട് സച്ചി. എന്താ അച്ഛാ, എന്താവൻ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. രവി പറയുന്നുണ്ട്, നീ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്, ഇവന് ഒരു വീട് വെക്കണമെന്നാണ് പറയുന്നത്, അപ്പോൾ അതിന് ലോൺ എടുക്കാൻ നമ്മുടെ വീടിൻ്റെ ആധാരം ചോദിക്കുന്നുണ്ട് ഇവൻ. പറയുന്നുണ്ട്, നിനക്കിനിപ്പോൾ വേറെ വീട് വെക്കാഞ്ഞിട്ടാണോ, ഈ വേലയ്ക്കും കൂലിക്കൊന്നും പോവാത്ത നിനക്കൊക്കെ എങ്ങനെ വീട് വെക്കാൻ കഴിയും, നീ തന്നെ ജീവിക്കുന്നത് ഈ പൗഡർ എടുത്തിയുടെ ഔദാര്യം കൊണ്ടല്ലേ, എന്നിട്ട് നീയാണോ വീട് വെക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, സച്ചി ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, അച്ഛനോടാണ്, എനിക്ക് അച്ഛൻ സമ്മതം മാത്രം മതി എന്ന് പറയുന്നുണ്ട്. രവി പറയാണ്, അങ്ങനെയല്ല ശ്രുതി, നിനക്ക് വീട് വെക്കാൻ ഈ ആധാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് സച്ചിയുടെ സമ്മതം വേണം, കാരണം നിങ്ങൾ 3 മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ ഈ വീട്, നിനക്ക് ഈ ആധാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഇവരെ എല്ലാവരുടെയും സമ്മതം വേണം എന്ന് പറയാണ്.
അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്കാർക്കും ഇതിന് സമ്മതമല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ തരാനുള്ള ഭാഗമുണ്ടല്ലോ, അതങ്ങ് തന്നാൽ മതി, ഞാൻ പോയി വേറെ വീട് വെച്ചോളാം എന്ന് പറയാണ്. അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ നിനക്കായിട്ട് ഇവിടെ ഭാഗമൊന്നും തരാൻ പറ്റില്ല. നീ അച്ഛൻ്റെ 50 ലക്ഷം കൊണ്ട് തൊലച്ചവനല്ലേ, എന്നിട്ട് നിനക്ക് ഇനിയും കാശ് തരണമെന്നാണോ? നീ ആദ്യം അത് കൊണ്ടുപോവാ, എന്നിട്ട് വെക്കാൻ നിനക്ക് വീടും വലിയ മണിമാളികയൊക്കെ എന്ന് പറയുന്നുണ്ട് സച്ചി. ശ്രുതി പറയുന്നുണ്ട്, സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കേ, ശ്രുതി സംസാരിക്കുന്നത് അച്ഛനോടല്ലേ, അച്ഛൻ പറഞ്ഞോളും ശ്രുതിയോട് എന്താന്ന് വെച്ചാൽ, പിന്നെ നിൻ്റെ അഭിപ്രായം ആരും ചോദിക്കാൻ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കേ, അച്ഛനോട് സംസാരിക്കാനുള്ള അവകാശം ശ്രുതിക്കുമുണ്ട്. എന്നിട്ട് ശ്രുതി പറയാണ് രവിയോട്, അച്ഛാ ഈ വീടിന് ശ്രുതിക്കും അവകാശമുള്ളതാണ്, അപ്പോൾ ശ്രുതിയുടെ ഭാഗം ശ്രുതിക്ക് കൊടുക്കുന്നതിന് എന്താ തെറ്റ്? എന്നാൽ ഞങ്ങൾക്കൊരു വീട് വെച്ചിട്ട് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ എളുപ്പമായിരുന്നു എന്ന് പറയാണ് ശ്രുതി. അപ്പോൾ രവി പറയുന്നുണ്ട്, മോളെ നീ വിചാരിക്കുന്ന പോലെയല്ല, എൻ്റെ മക്കൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറൊരു വീട് വെച്ച് പോയാൽ പിന്നെ എൻ്റെ 3 മക്കളും എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അവനൊന്നും വേറെ വീട് വയ്ക്കാൻ പോകുന്നില്ല, അച്ഛൻ എന്താ അവൻ്റെ കയ്യിൽ അതിന് എവിടുന്ന കാശ്? ഈ വീടിൻ്റെ ആധാരം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി വീട് വെക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പൗഡർ ഏട്ടത്തിയുടെ അച്ഛനോട് വിളിച്ച് ചോദിക്ക്, അച്ഛൻ മലേഷ്യയിലെ വലിയ കോടീശ്വരനാ എന്നല്ലേ പറയുന്നത്, അപ്പോൾ അവരോട് ചോദിച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പം ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അടുത്തത് എൻ്റെ നേർക്കാണല്ലോ എല്ലാവരും കൂടെ വരുന്നത് എന്ന് പറയുന്നുണ്ട് ശ്രുതി. എന്നിട്ട് ചന്ദ്ര ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ട്, മോളെ അത് നല്ലൊരു കാര്യമല്ലേ, നിൻ്റെ അച്ഛനോട് ചോദിക്കേ, നിനക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അച്ഛൻ പിന്നെ കാശ് തരാതിരിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. ശ്രുതി പറയുന്നുണ്ട്, അത് അമ്മേ അച്ഛനോടിപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് കാശൊക്കെ ചോദിക്കുന്നത്? അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഞാൻ അച്ഛനോടിപ്പോൾ അങ്ങനെ സംസാരിക്കാറൊന്നും ഇല്ലെന്ന്, ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കുമ്പോൾ അച്ഛന് എന്താ വിചാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതിനെന്താ മോളെ, മോളല്ലേ കാശ് ചോദിക്കുന്നത്, അതിന് അച്ഛൻ എന്ത് വിചാരിക്കാനാ, മോൾ ധൈര്യമായിട്ട് ചോദിച്ചു നോക്ക്. ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ വിളിച്ചാൽ അച്ഛന് ഫോൺ എടുക്കാൻ പറ്റില്ല ആൻറ്റി, ഇപ്പോൾ അച്ഛൻ ബിസി ആയിരിക്കും, ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ എന്ന് പറയാണ്. സച്ചി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അച്ഛനെ വിളിക്കാനല്ലേ പറ്റാത്തത്, എന്നാൽ നിൻ്റെ മലേഷ്യയിലുള്ള അങ്കിളിനെ വിളിക്കുക, അങ്കിളിനോട് ചോദിച്ചാലും മതിയല്ലോ എന്ന് പറയാണ്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടല്ലോ, ഇനിയിപ്പോൾ ആർക്കാ ഒന്ന് വിളിക്കുന്നേ എന്നാലോചിക്കുകയാണ്. എനിക്ക് തോന്നുകയാണ് മീരയ്ക്ക് വിളിക്കാം, മീരയാവുമ്പോൾ എല്ലാം നേരെ ഡീൽ ചെയ്തോളും എന്ന് പറഞ്ഞ് മീരയ്ക്ക് വിളിക്കുന്നുണ്ട് ശ്രുതി. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിൾ ഇത് ഞാനാണ് ശ്രുതി, എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്, അവളൊന്ന് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മീരയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അവളവിടെ എന്തോ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്, അപ്പം വിളിക്കുന്നതാണ് എന്ന് മീരയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പം മീര പറയുകയാണ്, എൻ്റെ കയ്യിൽ എവിടുന്നാ കാശ്, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല, ഇപ്പം തരാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് ഓരോന്ന് പറയുന്നുണ്ട് മീര. ഇത് പറയുന്നുണ്ട്, അയ്യോ അങ്കിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, ഇപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിരുന്നു കാശ് എന്നൊക്കെ പറയാണ്. എന്നിട്ട് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ശ്രുതി. അപ്പോൾ വെക്കാൻ വേണ്ടി തുടങ്ങുന്നതും പെട്ടെന്ന് കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് പോവുകയാണ്. അപ്പോൾ താഴേക്ക് ഫോൺ പോകുന്നതും വേഗം വർഷയാണ് വന്ന് ഫോൺ പിടിക്കുന്നത്. എന്നിട്ട് വർഷ ഫോണിലേക്ക് നോക്കുന്നുണ്ട്. അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മീര എന്ന പേരിലുള്ള ആളാണ്. വർഷ പറയുന്നുണ്ട്, ഇത് ഇവരുടെ അങ്കിളൊന്നും അല്ല, ഇതിൽ മീര എന്നാ സേവ് ചെയ്തിട്ടുള്ളത്, ഈ മീര ഇവരുടെ പാർലറിലുള്ള ഒരു സ്റ്റാഫല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ ശ്രുതി ഇത്, നീ അങ്കിളിനാണല്ലേ വിളിച്ചത്, നീ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല ആൻറ്റി ഞാൻ വിളിച്ചത് അങ്കിളിന് തന്നെയാണ്, മീരയ്ക്കൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, എന്ന് ഈ ഫോൺ നോക്കാം ആൻറ്റി, ഇതിൽ കണ്ടില്ലേ മീര എന്നാ സേവ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാണ്. മീര ഈ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. അപ്പം മീര വേഗം ഫോണ് കട്ട് ചെയ്യുകയാണ്. ശ്രുതി വേഗം ഫോൺ പിടിച്ച് വാങ്ങിച്ച് പറയുകയാണ്, ഇത് ഞാൻ വിളിച്ചത് അങ്കിളിന് തന്നെയാണ്, അല്ലാതെ മീരയ്ക്കൊന്നും അല്ല, ഞാൻ അങ്കിളിനോട് ചോദിച്ചതാ കാശ്, പക്ഷേ ഇപ്പോൾ അങ്കിളിൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്,
നിനക്ക് എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്, അല്ലെങ്കിൽ നീ മീര എന്ന നമ്പറിക്കൊന്നും വിളിക്കില്ലല്ലോ, നീ നിൻ്റെ അങ്കിളിനൊന്നും അല്ല വിളിച്ചിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല ആൻറ്റി, ഞാൻ വിളിച്ചത് അങ്കിളിന് തന്നെയാ, ആൻറ്റി ഒന്ന് വിശ്വസിക്ക് എന്ന് പറയാണ്. അച്ഛി പറയാണ്, ശരി അമ്മേ, എന്നാൽ ഞാൻ പോയി ആ മീരയെ വിളിച്ചുകൊണ്ട് വരാം, അവൾക്ക് അറിയായിരിക്കും എല്ലാ കാര്യങ്ങളും, ഇവർ അങ്കിളിന് വിളിച്ചതാണോ അല്ലേ എന്നൊക്കെ അവളെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിന് അവളിപ്പോൾ പാർലറിലില്ല, അവൾ പുറത്താണുള്ളത്. അപ്പോൾ പറയുന്നുണ്ട്, അവൾ എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ പാർലറിലോട്ട് പോവുകയാണ്. അപ്പം ശ്രുതി ഫോണ് വേഗം വാങ്ങിച്ചിട്ട് മീരയ്ക്ക് വിളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഫോൺ പിടിച്ച് വാങ്ങിക്കുകയാണ്. നീ ഇപ്പോൾ അങ്ങനെ വിളിക്കണ്ട, അവൻ പോയിട്ട് കൊണ്ടുവരട്ടെ മീരയെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി പാർലറിൽ എത്തിയിട്ട് മീരയെ കാണുകയാണ്. മീരയോട് പറയുന്നുണ്ട്, ഏട്ടത്തേക്ക് തീരെ വയ്യ, ഒന്ന് മീരയെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ മീര പറയുന്നുണ്ട്, അയ്യോ എന്ത് പറ്റി, അവൾ എനിക്കിപ്പോൾ കുറച്ച് മുൻപ് കൂടി വിളിച്ചതായിരുന്നല്ലോ, അപ്പോഴൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. പറയാണ്, ആ പെട്ടെന്നാ വയ്യാതായത്, മീരയെ കാണണമെന്നാ പറഞ്ഞത്, ഒന്ന് എൻ്റെ കൂടെ വരുമോ ഒന്ന് ചോദിക്കുകയാണ്. അത് വേഗം സച്ചിയുടെ കൂടെ വരുന്നുണ്ട്. വീട്ടിലെത്തിയതും ശ്രുതിയെ കാണാണ്. ശ്രുതിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ ശ്രുതിക്ക് വെയ്യെന്ന് പറഞ്ഞതോ? സച്ചി പറയുന്നുണ്ട്, അല്ലാതെ വിളിച്ചാൽ നിങ്ങൾ വരില്ലല്ലോ, നിങ്ങൾ ഈ പൗഡർ എടുത്തിയെ പോലെ തന്നെ നല്ല ഉടായ്പല്ലേ, അത് കാരണം പൗഡർ എടുത്തേക്ക് വെയ്യെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഇനി പറ, നേരത്തെ പൗഡർ ഏട്ടത്തി വിളിച്ചത് നിങ്ങൾക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മീര പറയാണ്, എനിക്കൊന്നല്ലല്ലോ, എനിക്ക് വിളിച്ചില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നേരത്തെ പാർലറിൽ വെച്ച് നിങ്ങൾ പറഞ്ഞതല്ലേ നേരത്തെ കൂടി വിളിച്ചതാണെന്ന്. മീര പറയുന്നുണ്ട്, അത് കുറേ മുന്നെയാ, ഇപ്പോഴല്ല. അപ്പോൾ നിങ്ങൾ ഈ പൗഡർ ഏട്ടത്തേക്കാളും വലിയ ഉടായിപ്പാ, സത്യം പറഞ്ഞോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കും, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് സച്ചി. അപ്പോൾ മീര പറയുന്നുണ്ട്, സത്യം പറയുന്നത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ശരി ആയിക്കോട്ടെ, ഞാൻ പോലീസിനെ വിളിക്കാം, നിങ്ങളും പൗഡർ ഏട്ടത്തിയും തമ്മിൽ നടത്തുന്ന എല്ലാ കള്ളക്കളികളും ഇപ്പം ഞാൻ പൊളിക്കും എന്ന് പറയാണ്. അപ്പോൾ മീര പെട്ടെന്ന് പേടിച്ചിട്ട് പറയാണ്, അയ്യോ വേണ്ട, എനിക്ക് പേടിയാ, പോലീസിനെ ഒന്നും വിളിക്കണ്ട, ഞാൻ പറയാം, നേരത്തെ ശ്രുതി വിളിച്ചത് എനിക്ക് തന്നെയാണ്, അവളുടെ അങ്കിളാണെന്ന് പറഞ്ഞ് വിളിച്ചത് ഞാൻ തന്നെയായിരുന്നു എന്ന് പറയാണ്. അതിലാകെ ഷോക്കായി നിൽക്കുകയാണ്. നീ എന്തിനാ ഇവർക്ക് വിളിച്ചത്, സത്യം പറ, എൻ്റെ അച്ഛൻ മലേഷ്യയിൽ തന്നെ അല്ലേ, സത്യം പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി, എൻ്റെ അച്ഛൻ മലേഷ്യയിൽ തന്നെയാണ്, പക്ഷേ അച്ഛനോട് എനിക്കിപ്പോൾ കാശൊന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ നിനക്ക് കാശ് ചോദിച്ചാ എന്ന് ചോദിക്കുകയാണ്. അതിപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ മീര പറയാണ്, എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് നടക്കുക, നീ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും എന്ന് പറയുന്നുണ്ട്. ശ്രുതി ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഈ മീര ഇപ്പോൾ എല്ലാം പൊളിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രുതി. എന്നിട്ട് മീര, ഞാൻ പറയാം ആൻറ്റി, ഇനി എനിക്ക് കള്ളക്കളികളും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയാം എന്ന് പറയാണ് മീര. എന്നിട്ട് ചന്ദ്രമതിയോട് മീര എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവുകയാണ്. ഇനി മീര എല്ലാ കാര്യങ്ങളും പറയുമോ, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാം. ആരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക.